ഇടുക്കി കട്ടപ്പന നഗരസഭാ പരിധിയിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ സമരം തുടങ്ങി. ഇടുക്കി കട്ടപ്പന നഗരസഭാ പരിധിയിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം നിക്ഷേപിക്കുന്നത് പുളിയൻമലയിലാണ്. 2003 ഇവിടെ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ നിന്നും അറവുശാലയിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന മാലിന്യം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് പ്രദേശവാസികൾ സമരം തുടങ്ങി. നഗരസഭയിൽ ഒരു നരകമാക്കി ഈ മാലിന്യ കൂമ്പാരത്തെ മാറ്റിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ട. എനിക്ക് തോന്നുന്നു സർക്കാർ മുൻകൈ എടുത്ത് വിജിലൻസ് അന്വേഷണം എന്താണേലും വേണ്ടില്ല, അത്തരമൊരു അന്വേഷണം നടത്തിയാൽ ഇതിൻ്റെ പിന്നിലുള്ള കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പും എന്താണെന്നുള്ളത് വളരെ നന്നായിട്ട് മനസ്സിലാവും. ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കാൻ കട്ടപ്പന നഗരസഭ 3 മാസം മുമ്പ് 87 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പുളിയൻമലയിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.